മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട ചരിത്രം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിന് MG മിഥുൻ ആണ് ഒപ്പം ചേരുന്നത്. മിഥുൻ, 2021 വരെ ഡൽഹി സർക്കാർ ആയിരുന്നു മദ്യവിൽപ്പനയും അതുമായി ബന്ധപ്പെട്ട മറ്റ് ഇടപാടുകളും എല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അത് സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ചു എന്നുള്ളതാണല്ലോ ഈ കേസിന്റെ തുടക്കമാകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ തന്നെ നോമിനിയായി വരുന്ന ലഫ്റ്റനന്റ് ഗവർണർ ആണ് ഈ വിഷയത്തിൽ സംശയം ഉയർത്തുകയും അന്വേഷണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തത്. എന്തായാലും വിവാദങ്ങളെ തുടർന്ന് പിന്നീട് ഈ മദ്യനയം റദ്ദാക്കിയ ഒരു പശ്ചാത്തലമുണ്ട്. ഇതിനിടയിൽ എന്തൊക്കെ ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് ഉണ്ടായത്? അഭിലാഷ്, വിദഗ്ധ സമിതി ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ആം ആദ്മി സർക്കാർ മദ്യനയം പരിഷ്കരിക്കുന്നത്. 2021 നവംബർ 17 മദ്യനയം ആം ആദ്മി സർക്കാർ നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്തെ ചില്ലറ മദ്യവിൽപ്പന മേഖലയിലെ സർക്കാർ നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് കടന്നുവരാൻ വഴിയൊരുക്കുന്നതായിരുന്നു ഡൽഹി എക്സൈസ് നയം എന്ന് പറയുന്ന 2021-22 പദ്ധതി. എന്നാൽ ഇത് രൂപീകരിക്കുന്നതിനും നടപ്പാക്കിയതിലും അഴിമതി നടന്നുവെന്നാരോപിച്ചാണ് ഇതിൽ വലിയ വിവാദമാവുകയും ചെയ്യുന്നത്. ഇതിൽ നടപടിക്രമങ്ങൾ പാലിച്ചല്ല ലൈസൻസ് എന്ന ആരോപണത്തെ തുടർന്ന് ചീഫ് സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിലാണ് വിവിധ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടതായി കണ്ടെത്തുകയും ചെയ്യുന്നത്. തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുവാദമില്ലാതെ മദ്യനയം പരിഷ്കരിച്ചത് അഴിമതിയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് പുറത്തുവരികയും ചെയ്യുന്നു. ലൈസൻസ് ഫീയിൽ നൽകിയ വലിയ ഇളവുകൾ സർക്കാരിന് കോടികളുടെ നഷ്ടമുണ്ടാക്കിയെന്ന് ചീഫ് സെക്രട്ടറി കണ്ടെത്തുന്നു. ഡൽഹി എക്സൈസ് ചട്ടങ്ങൾ പ്രകാരം നയത്തിൽ വരുത്തുന്ന ഏത് മാറ്റത്തിനും ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി ആവശ്യമാണ്. എന്നാൽ ഇക്കാര്യത്തിൽ അതുണ്ടായില്ല. മാത്രമല്ല, പുതിയ മദ്യനയം ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി ഡൽഹി മദ്യ വ്യവസായി സംഘടന ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തു. അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇതായിരുന്നു. ആദ്യം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് CBI ഈ കേസ് സ്വീകരിക്കുകയും ചെയ്തു. ഇതിൽ CBI പ്രധാനമായും കണ്ടെത്തിയ ചില ആരോപണങ്ങളുണ്ട്. ലൈസൻസ് സ്വന്തമാക്കുന്നവർക്ക് അനാവശ്യമായ ആനുകൂല്യങ്ങൾ നൽകൽ, ഒപ്പം തന്നെ ലൈസൻസ് ഫീസിൽ ഇളവ് വരുത്തുക, കൈക്കൂലി വാങ്ങി L1 ലൈസൻസ് നീട്ടി നൽകൽ തുടങ്ങിയ ആരോപണങ്ങളാണ് ഇതിൽ ഉയർന്നത്. ഈ നയം രൂപീകരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നതിലൂടെ പൊതുപ്രവർത്തകർക്കടക്കം അനധികൃത ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയെന്നാണ് CBI ഇതിൽ കണ്ടെത്തുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഉപമുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള മനീഷ് സിസോദിയുടെ അടുപ്പക്കാരൻ കൈകാര്യം ചെയ്ത കമ്പനിക്ക് മദ്യവ്യാപാരി 1 കോടി രൂപ നൽകിയെന്ന് CBI കണ്ടെത്തുന്നത്. അത് സംബന്ധിച്ചുള്ള FIR പിന്നീട് CBI പുറത്തിറക്കുകയും ചെയ്യുന്നു. അതായത് ആദ്യം 2022 ജൂലൈയിൽ ഇത് വിവാദമാവുന്നതോട് കൂടി തന്നെ ഈ മദ്യനയം സർക്കാർ പിൻവലിക്കുകയും ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ ഈ വിവാദം ഉയർന്നതിന് ശേഷം 3 മാസത്തിന് ശേഷം ഏകദേശം 3000 പേജുള്ള കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ കുറ്റപത്രത്തിൽ 15 പേരുടെ പ്രതിപട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും തന്നെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ പേര് ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് CBI കേസ് ഏറ്റെടുത്തതിനു ശേഷമാണ് മനീഷ് സിസോദിയുടെ കൃത്യമായ ഇടപെടൽ അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. 2021-22 എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ശുപാർശ ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്ത സിസോദിയും മറ്റ് ആരോപണ വിധേയരായി എന്ന്, അതായത് ഈ പ്രതിപട്ടികയിലുള്ള ആളുകളുമാണ് എന്ന് CBI കണ്ടെത്തുകയും ചെയ്യുന്നു. എന്റർടൈൻമെന്റ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായിട്ടുള്ള ഓൺലി മച്ച് ലൗഡറിന്റെ മുൻ CEO വിജയ് നായർ, അദ്ദേഹം മലയാളിയാണ്. പെർലോഡ് റെക്കോർഡിലെ മുൻ ജീവനക്കാരൻ മനോജ് റായ്, വിൻകോ സ്പിരിറ്റ്സിന്റെ ഉടമ അമൻദീപ് ഡാൽ, ഇൻഡോ സ്പിരിറ്റ്സ് ഉടമ സമീർ മഹേന്ദ്ര എന്നിവർ നയരൂപീകരണത്തിൽ ഇടപെട്ടു എന്നാണ് CBI കണ്ടെത്തുകയും ചെയ്തത്. കഴിഞ്ഞ 2021 നവംബറിൽ കൊണ്ടുവന്ന ഈ എക്സൈസ് നയം രൂപീകരിക്കുന്നതിലും ഈ ക്രമക്കേടുകൾ ഉണ്ടായതെന്നും പിന്നീട് CBI കണ്ടെത്തുകയും ചെയ്തു. തുടർന്നാണ് 2023 ഫെബ്രുവരി 26 CBI 1-ാം പ്രതിയാക്കിക്കൊണ്ട് മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് അദ്ദേഹത്തെ പലതവണ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. തുടർന്ന് അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുക, അതായത് അദ്ദേഹത്തിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയും ഒപ്പം തന്നെ കൃത്യമായ വിവരങ്ങൾ കോടതിയിൽ കൈമാറാൻ സാധിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം കോടതിയെ സിസോദിയെ സമീപിക്കുന്നു. ഒരുപക്ഷെ ജാമ്യം കിട്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന വേളയിൽ കൂടിയാണ് പിന്നീട് ED കൂടി ഈ ഒരു കേസിലേക്ക് ഇടപെടുന്നത്. ED കൂടി വന്നതോടുകൂടി ED രജിസ്റ്റർ ചെയ്ത കേസിൽ അദ്ദേഹത്തെ 2023 മാർച്ച് 9 അതായത് മനീഷ് സിസോദിയെ ED അറസ്റ്റ് ചെയ്യുന്നു. അത്തരത്തിൽ EDയുടെ കേസോട് വന്നതോടുകൂടി കൂടുതൽ ആരോപണങ്ങൾ ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട ആം ആദ്മി സർക്കാരിന് മേൽ ഉണ്ടാകുന്നു. കൂടുതൽ പ്രതികൾ ഇതിലേക്ക് വരുന്നു. നിലവിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെ 16 പ്രതികളാണ് ഇതിനോടകം തന്നെ അറസ്റ്റിലായിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ആം ആദ്മിയിലുണ്ട്, ഒപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുണ്ട്, മദ്യ വ്യവസായികളുണ്ട്. കൂടാതെ തന്നെ BRSന്റെ നേതാവായിട്ടുള്ള K കവിത അടക്കമുള്ളവർ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി കഴിയുകയും ചെയ്തു. അതിൽ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ വിജയൻ നായർ, മലയാളി കൂടിയായിട്ടുള്ള വിജയൻ നായർ മുഖേന ആരോപണ വിധേയർക്ക് കൈമാറുന്നതിനായി അരുൺ രാമചന്ദ്രപിള്ള
സമീർ മഹേന്ദ്രയിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നും ആരോപണം ഉന്നയിക്കുന്നു. അർജുൻ പാണ്ഡെ എന്ന വ്യക്തി ഒരിക്കൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി മനീഷ് സിസോദിയെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ഇക്കാര്യത്തിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഡൽഹി സർക്കാർ നിയോഗിച്ച പ്രത്യേക കമ്മിറ്റി ഈ എക്സൈസ് നയം ഉണ്ടാക്കിയതോടുകൂടി ഏകദേശം 9,500 കോടി രൂപയുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടതിൽ വലിയ പല കോടിയുടെ ഒരു അഴിമതി ഇതിൽ നടക്കുകയും ഒപ്പം തന്നെ ഇതിൽ പണം പലരും നൽകിയിട്ടുള്ള പണം പല സംസ്ഥാനങ്ങളിലും, അതായത് ഗോവയടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന ഇലക്ഷനിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ ഇഡി പിന്നീട് കണ്ടെത്തുകയും ചെയ്യുന്നു. അത്തരത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. കൂടാതെ പിന്നീട് അരവിന്ദ് കെജ്രിവാളിന്റെ പേരിലേക്ക് ഈ കാര്യങ്ങൾ വരുന്നത്, അതായത് ലഫ്റ്റനന്റ് ജനറലിനെ ഏത് വിധേനയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഏത് മാറ്റത്തിന്, അതായത് ചട്ടപ്രകാരം നയത്തിൽ വരുന്ന മാറ്റത്തിൽ ഏത് കാര്യമുണ്ടെങ്കിലും അത് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി ഉണ്ടായാൽ മാത്രമേ ഡൽഹി സർക്കാരിന് അത് മാറ്റാൻ സാധിക്കൂ. പക്ഷേ ഇക്കാര്യത്തിൽ അതുണ്ടായില്ല. അതിൽ കൃത്യമായ ഇടപെടൽ നടത്തിയത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ്. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ മലയാളിയായിട്ടുള്ള വിജയ് നായരുമായി അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെയും ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട മദ്യ വ്യവസായികളും ഒക്കെയായി അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയും ഇക്കാര്യത്തിൽ വിജയ് നായരെ സമീപിക്കാനുള്ള ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകി എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി ഇഡി നടത്തുകയും ചെയ്തു. ഇത് കൃത്യമായി അവർ കോടതി സമർപ്പിക്കുകയും ചെയ്യുന്നു. അതോടുകൂടിയാണ് ഒരുപക്ഷെ അറസ്റ്റ്, അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് കൂടി ഉണ്ടാകാമെന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുകയും ചെയ്ത് അദ്ദേഹം പലകുറി, അതായത് നമുക്കറിയാം ഡൽഹിയിൽ കേരള മുഖ്യമന്ത്രി അടക്കമുള്ളവർ നടത്തിയ പ്രതിഷേധത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തു. ഉടനടി തന്നെ താൻ അറസ്റ്റിലാകുമെന്നുള്ള കാര്യം അദ്ദേഹം തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിലും ഒപ്പം തന്നെ ജനങ്ങൾക്ക് മുമ്പിലും പറയും നമ്മൾ കണ്ടു. അത്തരത്തിൽ കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട കെജ്രിവാളിനെതിരെ കൂടി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ 2 വർഷവും 4 മാസവും നീണ്ടുനിന്ന ഈ മദ്യ നയ അഴിമതിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കൂടി ഇപ്പോൾ ഇഡിയുടെ പിടിയിലായിരിക്കുന്നത്. ഈ അഴിമതി കേസിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിട്ടുള്ളത്. ഇനി ഇഡിയുടെ നടപടികൾ എന്തൊക്കെയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതോടൊപ്പം തന്നെ പരമോന്നത കോടതിയെ AAP സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കോടതി അടിയന്തരമായി സിറ്റിംഗ്